കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന അതീവ നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് പിടിമുറുക്കുന്നു എന്ന സൂചനകളാണ് ഇടുക്കിയിൽ നിന്നും വരുന്നത്. ഒരു വൻ സ്രാവ് കൂടി നിയമത്തിന്റെ വലയിലാകുമോ എന്നൊരു ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അങ്ങനെ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. മലങ്കര ടൂറിസം പദ്ധതിയുടെ മറവിൽ നടന്നത് കോടികളുടെ അഴിമതി. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്താൽ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും. വിഷയത്തിൻ്റെ തുടക്കം തൊടുപുഴയിലെ മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 112 കോടി രൂപയുടെ ബൃഹത്തായ ഒരു പ്രൊജക്റ്റായിരുന്നു ഇത്. എന്നാൽ ഈ പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ വൻ അട്ടിമറി നടന്നതായാണ് ഇപ്പോൾ വിജിലൻസിന് മുന്നിലെത്തിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കുന്നത്. മുൻമന്ത്രി റോഷി അഗസ്റ്റിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് പരാതിക്കാരനായ കോൺഗ്രസ് നേതാവ് ബേബി ജോസഫ് അവകാശപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ഖജനാവിന് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ ഏജൻസിക്ക് വഴിവിട്ട രീതിയിൽ സഹായം ചെയ്തു കൊടുത്തു എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്താണ് ഈ കരാറിലെ യഥാർത്ഥ ചതിക്കുഴികൾ എന്ന് നോക്കാം. മലങ്കര ജലാശയവും പരിസരവും 30 വർഷത്തേക്കാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ വെറും 3.5% മാത്രമാണ് സർക്കാരിലേക്ക് എത്തുന്നത്. അതായത് ബാക്കി 96%-ലധികം ലാഭവും സ്വകാര്യ വ്യക്തികളുടെ കീശയിലേക്കാണ് പോകുന്നത്. ഒരു സർക്കാർ പദ്ധതിയിൽ ഇത്രയും വലിയൊരു വിഹിതം സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നത് അസാധാരണമായ നടപടിയാണ്. ഇതിന് പിന്നിൽ മുൻമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഇടുക്കിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് ഈ അഴിമതി ആരോപണം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കരുത്തനായ നേതാവ്, മുൻ മന്ത്രി എന്നീ നിലകളിൽ റോഷി അഗസ്റ്റിനെതിരെ ഉയരുന്ന ഓരോ ആരോപണവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വിജിലൻസ് ഈ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കും. കയ്യോടെ പൊക്കി വിജിലൻസ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടരുമ്പോൾ ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രേരിത പരാതിയാണോ അതോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. നിലവിൽ വിജിലൻസിന് പരാതി ലഭിച്ചു കഴിഞ്ഞു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തെളിവുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് വിജിലൻസ് കടക്കുകയുള്ളൂ. എന്നാൽ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലടക്കം വലിയ ആയുധമാക്കാനാണ് നീക്കം നടത്തുന്നത്. പൊതുമുതൽ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവർ ആരായാലും അവർ അഴിക്കുള്ളിലാകണമെന്ന അതിശക്തമായ നിലപാടിലാണ് പരാതിക്കാർ ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുകയാണെങ്കിൽ ജലവിഭവ വകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതിക്കൂട്ടിലായേക്കാം. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുൻമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാനാവുന്നതല്ല. റോഷി അഗസ്റ്റിന് കൈവിലങ്ങ് വീഴുമോ അതോ അദ്ദേഹം ഈ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരട്ടെ.